വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബികോം BBA 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പാർട്ട് എയും പാർട്ട് ബി ഓഡിറ്റിങ്ങും അതേപോലെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെയുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ മോഡ്യൂളിൽ നിന്ന് വരിക എന്നുള്ളതാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരു ജസ്റ്റ് റിവിഷൻ പോലെയാണ്. ജസ്റ്റ് ഇടയിലൊക്കെ ഞാൻ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ ചാനൽ തന്നെ ഓൾറെഡി ഓഡിറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് എക്സാമിന് മുമ്പ് തന്നെ ഒന്ന് കണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യും. എന്തായാലും നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുൾ ആയ ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഓഡിറ്റിങ്ങിൽ മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3, ദെൻ മോഡ്യൂൾ 4, ആ 4ഉം 5ഉമാണ് നമുക്ക് പാർട്ട് ബി ആയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട് ബിയിൽ നിന്ന് ഒരു 30 മാർക്സ് ഒക്കെ ചോദിക്കാം. അതായത് 2 2 മാർക്സ് ക്വസ്റ്റ്യൻ, അതേപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ഒരു എസ്സേ ക്വസ്റ്റ്യനും ഈ പറയുന്ന പാർട്ട് ബിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഞാൻ മിനിമം ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ 10 മാർക്സ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 10 മാർക്സ് ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ 10 മാർക്സിന് വരും. 2 മാർക്സിൻ്റെ ബേസിൽ 2 എണ്ണം വരും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 10 + 2 എത്രയായി, 12 മാർക്സ് ആയി ഇവിടെ. പിന്നെ ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും വരും. ഷോർട്ട് ആൻസറിൽ ഒന്ന് മോഡൽസും തിയറീസ് എന്നൊക്കെ പണ്ട് പറയുന്നില്ല, അങ്ങനെയുള്ള രീതിയിലും ആ പറയുന്ന പാർട്ടിൽ നിന്ന് 2 ടൈപ്പ് വരും. അപ്പോൾ 5 + 5 10 മാർക്സ്. പിന്നെ എസ്സേ വരുമ്പോഴും 10 മാർക്സ് വരും. അപ്പോൾ 10 + 10 ഈ പറയുന്ന 20 വരുന്നുണ്ട്. പിന്നെ 2 മാർക്സ്. അപ്പോൾ 25ൻ്റെ ഉള്ളിൽ മാർക്സ് ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവേണൻസിൽ വരും. 30യുടെ ഉള്ളിൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 25 എങ്കിലും ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഓരോ ചാപ്റ്റേഴ്സിൽ, ഓരോ മോഡ്യൂൾസിൽ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൽ അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പേജ് മറിച്ച് നോക്കിയിട്ടുമ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. പിന്നെ അതേപോലെ ഇതിലത്തെ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. കുറേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ എക്സ്പ്ലനേഷനും നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഓരോരോ മോഡ്യൂൾസിലേക്ക് പോവാം. ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നത് മീനിങ്ങും ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ്. അപ്പോൾ അതിൽ ഡെഫിനേഷൻ നിങ്ങൾ എന്താ, ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ അത് എങ്ങനെയായിരിക്കും എന്നറിയോ ഇതിൽ വരുന്നത്, റീസൺസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രൊഫഷണൽ ഓഡിറ്റ് എന്നുള്ളത്. അത് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ അല്ല വരുന്നത്. ഓക്കെ, റിപ്പീറ്റഡായിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, കാരണം ഇത് പോയിൻറ്റ്സ് ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഠിച്ചേക്കുക. മീനിങ് ഓഫ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഓഡിറ്റിംഗ്, ഡിഫൈൻ ഓഡിറ്റിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചേക്കുക. ഓക്കെ, അത് നമുക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് ഒക്കെ ചോദിക്കുമ്പോൾ അത് ഇൻട്രൊഡക്ഷൻ്റെ രീതിയിൽ വാട്ട് ഈസ് ഓഡിറ്റിംഗ് ഒക്കെ എഴുതി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് ഒക്കെ എഴുതേണ്ടത് കേട്ടോ. പിന്നെ ഇതിൽ പഠിക്കേണ്ടത് നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിങ്ങും ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് റെയറായിട്ടേ ചോദിച്ചിട്ടുള്ളൂ. അതേപോലെ അക്കൗണ്ടൻസിയും ചോദിക്കുമോ അറിയില്ല, ജസ്റ്റ് 1 ടൈം വായിച്ചു വിടുക. പിന്നെ അതേപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് നിർബന്ധമായും പഠിക്കണം. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ളത്. അത് എസ്സേ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. ഇനി ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിൽ പ്രൈമറിയും സെക്കൻഡറി ഉണ്ട് അല്ലേ, സബ്സിഡറി അല്ലെങ്കിൽ സെക്കൻഡറി എന്ന് പറയാം. അതിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് പറയുന്ന കേസിൽ നമ്മൾ എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ലേ, ദ പ്രൈമറിയും അതേപോലെ തന്നെ സബ്സിഡറി സെക്കൻഡറി, ഡിറ്റക്ഷൻസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, ഡിറ്റക്ഷൻസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ പറയുന്ന ഇതിൽ ക്ലാസിഫിക്കേഷനിൽ എറർ എങ്ങനെയൊക്കെ വരും എന്നുണ്ട്. ക്ലറിക്കൽ എററും ടെക്നിക്കൽ എററും. അതിൽ ക്ലറിക്കൽ എററിൽ എറർ ഓഫ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് കമ്മീഷൻസ് എന്നൊക്കെ ഉണ്ട്. ഈ പറയുന്ന ഓരോന്നും, അതായത് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്താണ് എന്നുള്ളത് പഠിച്ചേക്കുക. അതേപോലെ കോമ്പൻസേറ്റിംഗ് എറർ എന്താണെന്നും എറർ ഓഫ് കമ്മീഷൻ എന്താണെന്നൊക്കെയുള്ള രീതിയിൽ പഠിച്ചേക്കുക. അതും 2 മാർക്സ് ബേസിലും 2 മാർക്സിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒരു ക്വസ്റ്റ്യനൊക്കെ അതും ചോദിക്കും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നിന്നും ചോദിക്കും. അതേപോലെ ഡിറ്റക്ഷൻസ് ആൻഡ് ഓഫ് എറേഴ്സ് ഓഫ് ഒമിഷൻസ് ആൻഡ് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ നോർമൽ കേസിൽ ചോദിക്കണം ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതാം. പ്രൈമറി ഒബ്ജക്റ്റീവ്സും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിൽ ഈ പറയുന്ന കാര്യങ്ങൾ എറേഴ്സ് ഓഫ് ഒമിഷനും കമ്മീഷനും കോമ്പൻസേറ്റിംഗ് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഓഡിറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരും.
ഓഡിറ്റേഴ്സ് റോൾ ഇൻ ഡിറ്റക്ടിങ് എറർ ആൻഡ് ഫ്രോഡ്, അല്ലെങ്കിൽ ഓഡിറ്റർ ആസ് എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് ആസ് ബ്ലഡ് ഹൗണ്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടി വരും. കാരണം ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിനെ എഴുതും. എന്നിട്ട് പറഞ്ഞാൽ മതി നമ്മൾ എന്ത് ചെയ്യും, ഈ ഓഡിറ്റേഴ്സ് ഇതെല്ലാം എറേഴ്സും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇതിന് നമ്മൾ റിപ്പോർട്ടൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ കറക്റ്റ് മെഷേഴ്സ് എടുക്കാനൊക്കെ സഹായിക്കും എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു വാച്ച് ഡോഗ് ആണ്, നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്നൊക്കെ പറയാൻ റീസൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ സെൻറ്റൻസും കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ എറേഴ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളതും കൂടി എഴുതാം. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഒക്കെ എഴുതാമല്ലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ കേസിൽ എഴുതണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ. പിന്നെയുള്ളതിൽ ചോദിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ചോദിക്കും. അത് ഏതൊക്കെ രീതിയിലാണ് എന്നുണ്ട് കേട്ടോ. ബിസിനസ്സുകാർക്ക് എങ്ങനെയാണ് ഓഡിറ്റിംഗ് കൊണ്ടുള്ള ഗുണം, അതേപോലെ ഓണേഴ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം. അതേപോലെ അഡ്വാൻറ്റേജസ് ടു ദ സൊസൈറ്റി. ലിമിറ്റേഷൻസ് ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് വൺ ടൈം ഇതൊക്കെ വായിച്ചാൽ മതി കേട്ടോ, വൺ ടൈം. ദെൻ പിന്നെ ചോദിക്കുന്നതാണ് ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻ ഓഫ് എ പ്രൊഫഷണൽ ഓഡിറ്റർ എന്നുള്ളത് കേട്ടോ. ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ ക്വാളിറ്റിയുടെ ബേസിലും ഉണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടും എഴുതിക്കുക. സെപ്പറേറ്റ് ആയിട്ട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം, അത് CA പാസ്സാവണം എന്നുള്ള കാര്യങ്ങളില്ല, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അതല്ലാതെ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ കുറേ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ, അതെല്ലാം തന്നെ അതിൽ എഴുതി ചേർക്കണം. പിന്നെയുള്ളത് പേഴ്സണൽ ക്വാളിറ്റി, വെറും നോർമൽ ക്വാളിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് ക്വാളിറ്റീസ്. പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഉണ്ട്, പേഴ്സണൽ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എക്സാമിന് ക്വാളിറ്റീസ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ രണ്ടും എഴുതാം. ഏതൊക്കെ പ്രൊഫഷണൽ ക്വാളിറ്റീസും എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, കുറേ സബ്ജക്റ്റിനെ കുറിച്ച് നോളേജ് എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലത്തെ ക്വാളിറ്റീസ് അതിനെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ എഴുതുക. അതേപോലെ നോർമൽ പേഴ്സണൽ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടും എഴുതുക. പേഴ്സണൽ ക്വാളിറ്റീസും ഏതൊക്കെയാണ് എന്നുള്ളത്, ഹോണസ്റ്റി ആയിരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ. ഇതുണ്ടോ, ഹീ ഷുഡ് ബി എ ടാക്ട്ഫുൾ, പിന്നെ ഇതാ മെത്തഡോളജിക്കൽ, ഇങ്ങനത്തെ കുറേ സസ്പീഷ്യസ്, കറേജ് ആൻഡ് എബിലിറ്റി, അങ്ങനത്തെ കുറച്ച് ഓരോ ക്വാളിറ്റീസ് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതണം essay ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ. പിന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഒരു 8 പോയിൻറ്റെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചേക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പർപ്പസ് എന്നൊക്കെ ചോദിക്കും. എന്തിനാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന കുറച്ചൊരു എങ്ങനെ പോലെ ഒരു 10 പോയിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചേക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഓൺവേർഡ്സിൽ എക്സാം സമയത്ത് എഴുതാൻ കിട്ടും. ഈ 10 പോയിന്റ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പോയിന്റുകൾ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വൺ ടൈം വായിച്ചാൽ മതി ഇതൊക്കെ. പിന്നെ ഇനി ഇതിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ഈ പറയുന്ന രീതിയിൽ അത്ര മതിയോ. പിന്നെ നേരെ പോകുന്നത് ഏതാ, ഓഡിറ്റ് അഷ്വറൻസും സ്റ്റാൻഡേർഡ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓഡിറ്റ് അഷ്വറൻസ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് പഠിച്ചേക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഓഡിറ്റ് അഷ്വറൻസ് എന്നുള്ളത്. പിന്നെ ഇതിൽ പഠിക്കേണ്ടത് റിപ്പോർട്ട്സ്, ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ടൈപ്സ് ഓഫ് റിപ്പോർട്ട് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. എന്താണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നുള്ളത് ചോദിക്കും, നിർബന്ധമായി പഠിച്ചേക്കുക. പിന്നെയുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ആൻ ഓഡിറ്റിംഗ്, ഇതും ഷുവർ ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ പഠിച്ചേക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഇതാ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഓർ റൂൾസ് ഓഫ് ഓഡിറ്റിംഗ് ഓർ ഫിലോസഫി ഓഫ് ഓഡിറ്റിംഗ് ഇട്ട് അത് നിർബന്ധമായിട്ട് പഠിച്ചേക്കുക ഈ പറയുന്ന പോയിന്റ്സ്. എന്താ ഇത് ജനറൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. ഈ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയുണ്ടോ അത് കറക്റ്റായിട്ട് പഠിച്ചേക്കുക. നേരത്തെ പറഞ്ഞില്ലേ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. റിപ്പോർട്ട്സ് ഓഫ് ഓഡിറ്റിംഗ് ഏതൊക്കെ തരത്തിലെന്ന്, ക്ലീൻ റിപ്പോർട്ട് ചിലപ്പോൾ ചോദിക്കുന്നത് നേരെ അൺക്വാളിഫൈഡ് ചോദിക്കും. പേരുകൾ തമ്മിൽ ഇതും നോക്കി വയ്ക്കുക. കൺവെൻഷണൽ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് റിപ്പോർട്ട് എന്നുള്ളത് അത് കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ ഇതിൽ തന്നെ ഓഡിറ്റിങ്ങിൽ തന്നെ ടീമിങ് ആൻഡ് ലാഡിങ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് 2 മാർക്സിന് ചോദിക്കും. അതേപോലെ വിൻഡോ ഡ്രസ്സിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക.
മറക്കരുത് കേട്ടോ. പിന്നെ ചോദിക്കുന്നത് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങളില്ലേ, ഓഡിറ്റ് മെമ്മോറാൻഡം, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് അഷ്യൂറൻസ് എന്നുള്ളൊരു കാര്യങ്ങൾ അത് നോക്കുക. പിന്നെ ഇതിൽ SAP 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. 6 ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 3 ചോദിക്കും, അങ്ങനെ. അപ്പോൾ അതിൽ ഏതാണ് ഐറ്റം ഉള്ളത് നോക്കുക. ഇപ്പോൾ SAP 8 ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓഡിറ്റ് പ്ലാനിങ് ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും, ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, ഏത് സമയത്താണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ബുക്ക് ഓഫ് റെഫറൻസ് നമുക്ക് ചെയ്യാനുണ്ട്, ആരാണ് വർക്ക് ഏൽപ്പിക്കേണ്ടത്, അസിസ്റ്റൻ്റ് ആയിട്ട് ആരൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെക്കുന്നത്. പ്ലാൻ ചെയ്യില്ല, ഇത്ര ദിവസം കംപ്ലീറ്റ് ആവും, ഏതൊക്കെ ബുക്സാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അതിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓൺ വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി. SAP 8 എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓർമ്മ വേണം. 1, 2, 3, 4 ഈ പറയുന്ന ഇതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെയുള്ളത് ഇത് ജസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസേ പറയുന്നുള്ളൂ. നിങ്ങൾ വൺ ടൈം വേറെ ഇതും വായിക്കാതെ ഇരിക്കേണ്ട, നിങ്ങളത് ജസ്റ്റ് എന്ത് ചെയ്യുക, വായിച്ചേക്കുക കേട്ടോ. ഇനി ഓഡിറ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെ തരത്തിലാണ് ഓഡിറ്റിംഗ് ടെക്നിക്സ്? essay ക്വസ്റ്റ്യനും ഇത് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം കേട്ടോ. ഏതൊക്കെയാണ് ടെക്നിക്സ് എന്നുള്ളത് മറക്കരുത്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. ഓഡിറ്റിംഗ് ടെക്നിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന്, ഏതൊക്കെ ടെക്നിക്സ് ആണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എഴുതി വയ്ക്കണം. വൗച്ചിങ്, കൺഫർമേഷൻ, റീകൺസിലേഷൻസ് എന്നുള്ള പറഞ്ഞ പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക. പിന്നെ ഓഡിറ്റ് പ്ലാനിങ്, വാട്ട് ഈസ് ഓഡിറ്റ് പ്ലാനിങ് എന്നുണ്ട്. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് നോക്കൂ, വാട്ട് പ്രിലിമിനറി സ്റ്റെപ്സ് ഷുഡ് ആൻ ഓഡിറ്റർ ടേക്ക് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ആൻ ന്യൂ ഓഡിറ്റ് വരുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ സ്റ്റെപ്സാണ്, പ്രിലിമിനറി സ്റ്റെപ്സാണ് ഓഡിറ്റർ എടുക്കുക എന്നുള്ളത് അതും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നിങ്ങൾ വായിക്കണം, ഏത് നിർബന്ധമായിട്ടും വായിക്കട്ടെ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അത് ഓരോ പോയിൻറ്റ്സ് ആയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് അതിൻ്റെ ഓർഡർ വൈസ് തന്നെ എഴുതണം. ഇത് തെറ്റിക്കരുത്. ലാസ്റ്റത്തെ ഇപ്പോൾ 6th 9th പോയിന്റ് കൊണ്ട് ആദ്യം എഴുതാൻ പറ്റില്ല. ആദ്യത്തെ ഇത് പോയിന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എഴുതണം. പിന്നെ ഞാൻ ഓൾറെഡി ഓഡിറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാൻഡം എന്നുള്ളത് 2 മാർക്സ് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ വർക്കിംഗ് പേപ്പേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം, ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് എഴുതിയൊക്കെ വെക്കില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അത് ചിലപ്പോൾ ചോദിക്കുന്നത് യൂസ്ഫുൾ എന്തൊക്കെയാണെന്നാണ്, അതായത് വർക്കിംഗ് പേപ്പേഴ്സ് കൊണ്ടുള്ള യൂസ്ഫുൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കൊണ്ട് എഴുതി വയ്ക്കുക കേട്ടോ, എന്തൊക്കെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് കൊണ്ടുള്ള യൂസ്ഫുൾ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഇതുണ്ട് ഓഡിറ്റ് പ്രോഗ്രാം, അതൊക്കെ ഡെഫിനിഷൻ മീനിങ് പഠിച്ചേക്കുക. വാട്ട് ഈസ് ടെസ്റ്റ് ചെക്കിങ് ചോദിക്കാറുണ്ട്, ടെസ്റ്റ് ചെക്കിങ് ചോദിക്കാം. ടിക്ക് മാർക്കൊക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ടിക്ക് മാർക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. ടൈപ്പ് ചെക്കിങ്ങിൽ റൊട്ടീൻ ചെക്കിങ്, സർപ്രൈസ് ചെക്ക്, വാട്ട് ഈസ് സർപ്രൈസ് ചെക്ക് എന്നൊക്കെ ചോദിക്കാം എന്നുള്ളത്. പിന്നെ ഇതിൽ പിന്നെ വരുന്നത് ടൈപ്സ് കഴിഞ്ഞു. ഓഡിറ്റ് നോട്ട്ബുക്കൊക്കെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, ഞാൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ്റെ ഒക്കെ വീഡിയോ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് എന്തായാലും കാണുക. അതിൽ ഈ ഓരോ ടൈപ്പ് നിങ്ങൾ പഠിച്ചേക്കുക. ക്ലാസിഫിക്കേഷൻ, കമ്പനി ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്, ഓഡിറ്റ് ഓഫ് ദി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇതിൽ കുറച്ച് വെവ്വേറെ സെപ്പറേറ്റ് ഉണ്ട്. വട്ടി ചിലപ്പോൾ കമ്പനി ഓഡിറ്റ് എന്താണെന്നൊക്കെ ചോദിക്കും, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ് എന്നുള്ള ക്ലാസിഫിക്കേഷനില്ലേ, അത് ഓരോന്നും എടുത്ത് പഠിക്കുക. അതിന് ഞാൻ വീഡിയോ ക്ലാസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണും. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റും പഠിച്ചേക്കുക. അത് പഠിച്ചാൽ ഓൾറെഡി ഒരു essay ക്വസ്റ്റ്യൻ പഠിച്ച പോലെയായി. ഇതുണ്ട്, ഇതിൽ വരുന്നതാണ്, ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണ്, ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഇൻട്രീം ഓഡിറ്റ്, ഒക്കേഷണൽ ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും 1 or 2 ക്വസ്റ്റ്യൻ വരും. പിന്നെയുള്ളത്, അപ്പോൾ അതൊക്കെ അത് മറക്കരുത്, അത് കറക്റ്റായി പഠിക്കട്ടെ. ബാലൻസ് ഷീറ്റ് ഓഡിറ്റൊക്കെ ഉണ്ട്, അത് പഠിച്ചേക്കുക. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ്, വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളതുണ്ട്, അത് സെപ്പറേറ്റ് വേറെ ചാപ്റ്ററിലുണ്ട്. എന്നിരുന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഓഡിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരില്ലേ, അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ അതൊന്നും പഠിച്ചേക്കുക. നെക്സ്റ്റ് മോഡ്യൂൾ 2 ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിൽ മോഡ്യൂൾ 1 ഇൻട്രീം ഓഡിറ്റൊക്കെ ഇല്ലേ, അതൊക്കെ ചോദിക്കുക. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫിക്കേഷനിൽ ഓരോന്നും പഠിക്കാൻ പറഞ്ഞില്ല, അപ്പോൾ അതിൽ വരുന്നത് തന്നെയാണ് ഇൻട്രീം ഓഡിറ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ.
ഇനിയിപ്പോൾ ഇതിൽ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നതിൽ വാട്ട് ഈസ് വൗച്ചിങ് എന്നുള്ളൊരു ചോദ്യം വരും. അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് വൗച്ചിങ് ചെയ്യണത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ് എന്നൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. അതൊക്കെ ഈ പറയുന്ന ഓഡിറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ വൺ ടൈം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകണം. എന്നാലേ നമുക്ക് ആ പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചോദിച്ച ചോദ്യം ഉണ്ടെന്നറിയോ, ടൈപ്സ് ഓഫ് വൗച്ചേഴ്സിൽ പ്രൈമറി വൗച്ചേഴ്സും സെക്കൻഡറി വൗച്ചേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ എക്സാമിന് ചോദിച്ചത് ഇതാണ്, കോലാട്രൽ വൗച്ചേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് പഠിച്ചേക്കുക. അപ്പോൾ അതിൽ പേരും തന്നെ ചേർത്ത് പഠിക്കുക, വിത്ത് എക്സാമ്പിൾ സഹിതം പഠിക്കണം. ഇത് 2 മാർക്സിൻ്റെ രീതിയിൽ വരും. ഈ പ്രൈമറിയോ അല്ലെങ്കിൽ സെക്കൻഡറിയോ അതിൻ്റെ പേര് ചിലപ്പോൾ മാറിയിട്ടായിരിക്കും വരിക. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക. കാരണം ഇത് സെക്കൻഡറി വൗച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിൻ്റെതല്ല, കാർബൺ കോപ്പീസ് ആയിരിക്കും. ഇപ്പോൾ സെയിൽസ് മെമ്മോസും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇഷ്യൂ ബൈ ബാങ്കിൽ അതൊക്കെ നമുക്ക് ചിലപ്പോൾ കോപ്പീസ് ആയിരിക്കും. ഒറിജിനൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസൊക്കെ എടുക്കില്ല, അതായിരിക്കും. അങ്ങനെയുള്ളതിനാണ് സെക്കൻഡറി അല്ലെങ്കിൽ കോലാട്രൽ വൗച്ചേഴ്സ് എന്നൊക്കെ പറയുക. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ നമ്മൾ വൗച്ചേഴ്സ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കെയർഫുൾ ആവണം. അല്ലെങ്കിൽ ഓഡിറ്റർ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഓഡിറ്റർ എങ്ങനെയാണ് അതൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഓരോ സെൻറ്റൻസ് വൈസ് ആയിട്ടുണ്ട്. ഇത്രയുണ്ട്, അത് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതൊക്കെ. പിന്നെ കണ്ടോ, ഓരോ സെൻറ്റൻസ് വൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അത് വൺ ടൈം വായിച്ച് തന്നെ പോകണം. ഇത് ഒരു 2 ടൈംസ് വായിക്കുക. ഓക്കെ, അതെല്ലാം ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിൽ പിന്നെയുള്ളത് എക്സാമിനേഷൻ ഓഫ് വൗച്ചിങ്, എങ്ങനെയാണ് വൗച്ചിങ് എക്സാമിൻ ചെയ്യുന്നത് എന്നുള്ളത് അതൊന്ന് നോക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീമിങ് ആൻഡ് ലാഡിങ് അല്ലെങ്കിൽ ഇതാണ്ടോ ലാപ്പിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അത് 2 മാർക്സിന് ചോദിക്കും കേട്ടോ. അത് പഠിച്ചേക്കണം. 2 മാർക്സിന് ചോദിച്ചിരിക്കും. അതായത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു 3, 4, 5 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അപ്പോൾ അതൊന്ന് 2 മാർക്സ് ബേസിൽ പഠിച്ചേക്കുക, വിത്ത് എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്താണ് എന്നുള്ളത് കേട്ടോ. പഠിച്ചിരിക്കുക. പിന്നെ ക്യാഷ് പേയ്മെൻറ്റുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ. അപ്പോൾ ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഓഡിറ്റിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മൾ എന്തൊക്കെ രീതിയിലാണ് ചെയ്യുക, ക്യാഷ് എന്തെങ്കിലും ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ കണ്ടോ. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തത് ക്യാഷ് ആയിട്ട്, പേയ്മെൻറ്റ് ഓഫ് വേജസ് നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആയിട്ട്. അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന നമ്മൾ ഏതൊക്കെ രീതിയിൽ ക്യാഷ് കൊടുക്കുന്നോ അതൊക്കെ നമ്മളൊരു ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ എഴുതി വെക്കാറില്ല. ആ ബുക്സ് ഓഫ് അക്കൗണ്ട് എല്ലാം തന്നെ ഒറിജിനലാണോ, അല്ല ഒറിജിനൽ പറഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടോ, ആ എൻട്രി ചെയ്തത് ഒറിജിനൽ വൗച്ചേഴ്സോ അല്ലെങ്കിൽ അതിൽ പറയുന്ന സ്ലിപ്പോ റെസിപ്റ്റോ അതൊക്കെയാണ് വെച്ചിട്ടാണോ എഴുതിയിരിക്കുന്നത്, ആ കമ്പനി എഴുതി വെച്ചിരിക്കുന്നത്, കമ്പനിത്തെ ആൾക്കാരോട് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഓഡിറ്റർ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യണം, ഇല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യണം പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇനി ഇതൊന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇത് നോക്കി, ഹീ ഷുഡ് സീ ദാറ്റ് വെദർ ദ അൺപെയ്ഡ് വേജസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. ഇപ്പോൾ വേജസ് നമ്മൾ കൊടുക്കാത്തത് അൺപെയ്ഡ് ആയിട്ടുള്ളത് നമ്മൾ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ, ബാലൻസ് ആയിട്ട് അവിടെ കിടപ്പുണ്ടോ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം വേജസ് കൊടുക്കുന്ന എല്ലാ വർക്കേഴ്സും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ലേ. അതിൽ സൈൻ ചെയ്യാതെയുള്ള ആൾക്കാർക്ക് നമ്മൾ പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യിലെടുത്ത് വെക്കില്ലല്ലോ. അപ്പോൾ സാലറി കൊടുക്കാത്ത അല്ലെങ്കിൽ വേജസ് കൊടുക്കാത്തവരുടെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് അക്കൗണ്ടിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈസ അതൊക്കെ അതിൽ തന്നെ ഉണ്ടോ എന്നുള്ളത്, ക്യാഷുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ കണ്ടോ. പേയ്മെൻറ്റ് ഓഫ് സാലറീസ്, ഡയറക്ടേഴ്സ് ഫീസ്, ഇതെല്ലാമാണ്. അപ്പോൾ ഇതെല്ലാം ആ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ നോട്ട് ചെയ്തിട്ട് നമ്മളിത് എന്താ പറയുക വെരിഫിക്കേഷൻ ചെയ്യും ഓഡിറ്റർ എന്നുള്ളത് വേണം നിങ്ങൾ ആൻസറിൽ എഴുതാൻ. ഓക്കെ, ഇനി നിങ്ങളത് വായിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കിട്ടും കേട്ടോ. കണ്ടോ, ബിൽസ് പേയബിൾ, നമ്മളിതിപ്പോൾ അടയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ. അപ്പോൾ ബിൽസ് പേയബിൾ പറഞ്ഞാൽ നമ്മൾ എവിടെന്നോ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കാനുണ്ട് എന്നുള്ളത് ഒറിജിനലാണോ അല്ലയോ എന്ന് ഫസ്റ്റ് അത് വെരിഫിക്കേഷൻ ചെയ്യണം. ആർക്കാ കൊടുക്കാനുള്ള ആ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ സപ്ലയറുടെ പേര് നമ്മൾ നോക്കണം, അവർ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്. അതൊക്കെയാണ് നമ്മൾ ഓഡിറ്ററിൻ്റെ ഒരു വർക്കും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ക്യാഷുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണോ അത് എഴുതുക. ഇനി അസറ്റും ലൈബിലിറ്റീസിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ അസറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതും, ലൈബിലിറ്റി സൈഡിൽ എന്തൊക്കെ എഴുതും എന്നുണ്ടെങ്കിൽ ആ ഐറ്റങ്ങൾ കൂടി നമ്മൾ എന്ത് നോക്കേണ്ടി വരും കേട്ടോ. ഇനി പർച്ചേസ് ലെഡ്ജറിൻ്റെ കേസാണെങ്കിൽ പർച്ചേസ് ലെഡ്ജറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ വെരിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്
എഴുതാം. നമുക്ക് റിട്ടേൺ ഔട്ട്വേർഡ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എഴുതി വെക്കില്ല ഏതൊക്കെയാണ് ഐറ്റങ്ങളാണ് അതിലുണ്ടാവുക എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതും കൂടി നോക്കുക. പിന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഡിറ്റർ വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. കണ്ടതിലുണ്ട് വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നാണ്. അപ്പോൾ അതും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ ആയിരിക്കും? ഒബ്ജക്റ്റീവ്സ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ് കണ്ടോ? ടു എൻഷുർ ദാറ്റ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആക്ച്വലി എക്സിസ്റ്റ്. നമുക്കത് ഉറപ്പ് വരുത്താൻ പറ്റും. ബാലൻസ് ഷീറ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അസറ്റും ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അതെല്ലാം തന്നെ അത് ക്ലിയർ ആണോ അല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ ടു സാറ്റിസ്ഫൈ ദ ഓഡിറ്റർ ദാറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ആർ പ്രോപ്പർലി വാലിഡ്, അവർ കറക്റ്റായിട്ട് തന്നെയാണ് അത് വാല്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, വൺ ടൈമെങ്കിലും ജസ്റ്റ് വായിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടീസ് എന്ത് പറഞ്ഞാൽ എന്തിനാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഓഡിറ്റർ എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക. അതൊക്കെ ചെയ്യണം. വെരിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആരുടെ ഡ്യൂട്ടി അപ്പോൾ വരിക? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയും വരിക കേട്ടോ. ഇതാണ് വാല്യുവേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ വാല്യുവേഷൻ ആണ്. ഫോർ ദ പർപ്പസ് ഓഫ് വാല്യുവേഷൻ അസറ്റ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതുണ്ട്. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിറ്റീഷ്യസ് അസറ്റ് എന്നുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണ്? ഈ ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, എക്സാമ്പിൾ സഹിതം കണ്ടറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വാങ്ങിയതിൻ്റെയും കൊടുത്തതിൻ്റെ പൈസയുടെ കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ വെരിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. കറണ്ട് അസറ്റിൻ്റെ ഐറ്റം ഏതൊക്കെയാണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റിംഗ് അസറ്റ്. ഇത് ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് വേസ്റ്റിംഗ് അസറ്റ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എക്സാമ്പിൾ സഹിതം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റീസ് പറഞ്ഞാൽ അറിയാലോ, ലയബിലിറ്റീസിൻ്റെ ഏതൊക്കെ രീതിയിലാണ് ലയബിലിറ്റീസിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്നത്? കറണ്ട് ലയബിലിറ്റീസ്, ഫിക്സ്ഡ് ലയബിലിറ്റീസ്, കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഐറ്റങ്ങളും അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എഴുതാം. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതെന്താണെന്നുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് നോക്കുക. ബിൽസ് റിസീവബിൾ, നമുക്ക് കിട്ടാനുള്ളത്, നമ്മൾ ഇനി ബിൽസ് റിസീവബിൾ പറഞ്ഞാൽ നമുക്ക് സ്വീകരിച്ച് നമുക്ക് ഇനിയും കിട്ടാനുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്, ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ്, അത് നമ്മൾ എന്ത് കൊടുത്തു, ആരുടെ പേരിൽ കൊടുത്തു, എത്ര എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ജസ്റ്റ് നോക്കി വെച്ചോളൂ. 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് എന്നാൽ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതിലത്തെ ഏതായിരുന്നു എന്നറിയോ? ഫിഫോയോ ലിഫോയോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എന്താണിത്? മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഓരോ സ്ഥാപനത്തിലും മെത്തേഡ്സ്, കോസ്റ്റ്, ചിലവുകൾ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതില്ലേ, അത് പല മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഇത് ജസ്റ്റ് 1 ടൈം വായിക്കുക. എന്നിട്ട് അതിന് ഇത് 2 മാർക്സ് ബേസിൽ ചോദിക്കും. ചിലപ്പോൾ ഫിഫോന്നോ ലിഫോന്നോ അങ്ങനെ ചിലപ്പോൾ ചോദിക്കും. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. തന്നെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. കാരണം ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് 2 മാർക്സ് ബേസിലാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ്. ബേസ് സ്റ്റോക്ക് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ പിക്ക് ആൻഡ് ചൂസ് മെത്തേഡ് ഉണ്ട്, ഗ്ലോബൽ മെത്തേഡ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് വാല്യുവേഷൻ ചെയ്യുന്നത് എന്നുള്ളത് അത് നോക്കുക. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക് എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഓരോന്നും ചിലപ്പോൾ സെപ്പറേറ്റ് ചോദിച്ചാൽ അങ്ങനെ, അതല്ലാതെ എന്താ പറയുക മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ താഴെ എഴുതിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് ഒറിജിനലാണോ നോക്കുക എന്നാണ് നമ്മൾ എഴുതി വെക്കേണ്ടുള്ളൂ. ഓഡിറ്റിങ്ങിൽ ആക്ച്വലി അത് തന്നെയാണ്, എറേഴ്സും ഫ്രോഡും അതൊക്കെ ഉണ്ടോ എന്ന് ഓഡിറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും വരുന്നത്. അതേപോലെ തന്നെ ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ടും വരുന്നത്. പിന്നെ വാട്ട് ഈസ് ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ ഓഡിറ്റ്. ആ ഓഡിറ്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെ കണ്ടോ അതൊക്കെ ഒന്ന് പഠിച്ചേക്കുക കേട്ടോ. 2 മാർക്സ് ചോദിക്കും. വാട്ട് ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ്, ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക്. അത് ഇൻറ്റേർണൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. 2 മാർക്സ് ചോദിക്കും. പിന്നെ ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്സ് ക്വസ്റ്റ്യൻ.
പിന്നെ അടുത്തതിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്കാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഇൻറ്റേർണൽ ചെക്ക് പഠിച്ചിരിക്കണമെന്ന്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഇൻറ്റേർണൽ ഓഡിറ്റ്, ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റേഴ്സിൽ അത് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കിയിട്ട് പോവുക. അഡ്വാൻറ്റേജസ് അത് ചോദിക്കും കേട്ടോ. ഇൻറ്റേർണൽ ചെക്കിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചേക്കുക. ഇൻറ്റേർണൽ ചെക്ക്. പിന്നെ ഇതിൽ വരുന്നത് പിന്നെ ചോദിക്കുന്നത് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ. ഈ മോഡ്യൂൾ 3 ഫുള്ളായിട്ടും പഠിച്ചേക്കുക. മോഡ്യൂൾ 3 കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓഡിറ്റേഴ്സിൻ്റെ റൈറ്റ്സും പവേഴ്സും. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ റൈറ്റ്സ് കണ്ടോ? റൈറ്റ് ഓഫ് ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചർ, റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്. ഓഡിറ്റർക്ക് നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള റൈറ്റ് ഉണ്ട്. അതിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് ഒക്കെ വെരിഫിക്കേഷൻ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അവരുടെ അടുത്ത് ഡൗട്ട് നമുക്ക് വന്നു വിചാരിക്കുക, അതായത് ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പറയുന്ന സ്ഥാപനത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ചോദിക്കാം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്, നിങ്ങൾ എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഒരു എന്തൊക്കെയാണ് അവകാശങ്ങൾ, റൈറ്റ് എന്നുള്ളത് അത് വ്യക്തമായും പഠിക്കുക. ഈ മോഡ്യൂൾ 3 ഒഴിവാക്കണ്ട, സ്കിപ്പ് ചെയ്യേണ്ട, നന്നായിട്ട് പഠിക്കുക കേട്ടോ. റൈറ്റ്, ഡ്യൂട്ടി, പവേഴ്സ്, ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ. കുറേ ഡ്യൂട്ടീസ് ഉണ്ട്, അപ്പോൾ അതും നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് പഠിച്ചേക്കുക കേട്ടോ. ഡ്യൂട്ടീസ്. പിന്നെയുള്ളത് അടുത്ത ചാപ്റ്ററിൽ കമ്പനി ഓഡിറ്റ്, റിപ്പോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ കാട്ടീസ് കമ്പനി ഓഡിറ്റ് എന്നുള്ളൊരു ചോദിക്കും. പിന്നെയുള്ളതിൽ മറ്റേ ഓഡിറ്റ് റിപ്പോർട്ടില്ലേ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിലുമൊക്കെ പറഞ്ഞതാണ്. ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, അത് ഒന്നില്ലെങ്കിൽ 5 മാർക്സിന് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇത് വാട്ട് ഈസ് ക്ലീൻ, അല്ലെങ്കിൽ പോസിറ്റീവ്, അൺക്വാളിഫൈഡ്, അതേപോലെ തന്നെ കൺവെൻഷണൽ ഓഡിറ്റ് എന്താണെന്നും അതേ ക്വാളിഫൈഡ്. അപ്പോൾ ഇതിൻ്റെ വേറെ പേരുകളില്ലേ, അതും കൂടി ചേർത്ത് പഠിക്കുക കേട്ടോ. കാരണം അതിലത്തെ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക. നമ്മൾ പിന്നെ എക്സാം കഴിഞ്ഞ ശേഷം അയ്യോ ഈ ഒരു ക്ലീൻ റിപ്പോർട്ടാണോ ചോദിച്ചിരിക്കുന്നത്, നമുക്കറിയായിരുന്നു പക്ഷേ ചോദിച്ചത് മാറി, അൺക്വാളിഫൈഡ് പറഞ്ഞപ്പോൾ ഞാൻ നേരെ തിരിച്ചെഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടെൻഷൻ ആവേണ്ട. അതുകൊണ്ട് ഈ പറയുന്ന സെപ്പറേറ്റ് ആ പറയുന്ന ക്ലീനിന് വേറെ ഏതൊക്കെ റിപ്പോർട്ട് പേര് പറയും എന്നുള്ളതും കൂടി ചേർത്ത് പഠിക്കുക. ഇത് 2 മാർക്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഷോർട്ട് ആൻസർ ചോദിച്ചാൽ ടൈപ്സ് ഓഫ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ. പിന്നെ വാട്ട് ഈസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ രീതിയിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് മെമ്മോറാൻഡം, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്ലാനിങ് എന്നുള്ളത്, ഓഡിറ്റ് അഷുറൻസ്, വാട്ട് ഈസ് ഓഡിറ്റ് റിപ്പോർട്ട്, എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഓഡിറ്റ് കമ്മിറ്റിയാണ്, അത് ചോദിക്കുക. ഈ കമ്മിറ്റിയിൽ നിന്ന് ഒരു ചോദ്യം വരും, ഷോർട്ട് ആൻസർ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. 5 മാർക്സ്. ഓക്കെ, 5 മാർക്സ് ക്വസ്റ്റ്യൻ്റെ വരും. ഞാൻ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഞാനതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഓഡിറ്റ് കമ്മിറ്റി കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ സ്പെഷ്യൽ ഏരിയാസ് ഓഫ് ഓഡിറ്റ് എന്നുള്ളത്, ഏതൊക്കെ ഏരിയാസിലാണ് എന്നുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ടാക്സ് ഓഡിറ്റ് ചോദിച്ചാലും പറയാൻ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ. ഇനി റീസെൻറ്റ് ട്രെൻഡ് ഇൻ ഓഡിറ്റ് എന്നൊക്കെ ചോദിച്ചാലും നമുക്കത് പറയാൻ പറ്റണം. സ്പെഷ്യൽ ഏരിയാസ്, അപ്പോൾ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണുള്ളതും കൂടി അതിൻ്റെ ഒരു കാര്യങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, 2 മാർക്സ് ചോദിക്കും. വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളത്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കമ്പൽസറി ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളതൊക്കെ ചോദിക്കും. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് കമ്പൽസറി അല്ല, പക്ഷെ നമുക്ക് നമ്മുടെ ആ സ്ഥാപനത്തിൽ കറക്റ്റായിട്ട് ആണോ പോകുന്നത് എന്നുള്ളതൊക്കെ കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്താ പറയുക ഓഡിറ്റിംഗ് നടത്താം എന്നുള്ളത് കൊണ്ട് എഴുതാം. അപ്പോൾ അതൊക്കെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളതും കൂടി പഠിച്ചത്. അപ്പോൾ അത് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ് എന്നുള്ള രീതിയിൽ പഠിച്ചേക്കുക. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് തമ്മിലുള്ള ഡിഫറൻസസ് എവിടെയൊക്കെ കണ്ടോ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. പറയാൻ പറ്റില്ല, ചോദിക്കും. അപ്പോൾ അതൊന്ന് നോക്കുക. മാനേജ്മെൻറ്റ് ഓഡിറ്ററിനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുക മാനേജ്മെൻറ്റ് ഓഡിറ്ററിൻ്റെ എന്നുള്ളത്. അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ, ക്വാളിഫിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. നമ്മൾ നേരത്തെ വേറെ മാനേജ്മെൻറ്റ് ഓഡിറ്റർ അല്ലാത്ത നമ്മൾ സാധാരണ രീതിയിൽ ഓഡിറ്ററിനൊക്കെ ആണെങ്കിൽ CA പാസ്സാവണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് CA പാസ്സാവണം എന്ന് എന്ത് പറയുന്നില്ല, കമ്പൽസറി ആയിട്ട് അവിടെ എന്തില്ല പറയുന്നില്ല. അത് നമുക്കത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ അറിയാൻ പറ്റും, നോട്ട് കമ്പൽസറി അണ്ടർ ദ ലോ.
അതായത് ഓഡിറ്റിൻ്റെ ഈ പറയുന്ന മാനേജ്മെൻറ്റ് ഓഡിറ്റ് കമ്പൽസറി അല്ല, നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല. അല്ലാതെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ക്വാളിഫിക്കേഷനിലും പറയുമ്പോൾ CA അല്ല പാസ്സാവുന്നത്, ആ വ്യക്തിക്ക് എന്ത് അറിഞ്ഞാൽ മതി, കോസ്റ്റ് അക്കൗണ്ടിങ്ങും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യേണ്ടത് കാര്യങ്ങളെ കുറിച്ച് സബ്ജക്ട്സിനെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് മോഡ്യൂൾ 3യിൽ തന്നെ റീസെൻറ്റ് ട്രെൻഡ് ഇൻ ഓഡിറ്റിംഗ് എന്നുണ്ട്. അത് essay ക്വസ്റ്റ്യനോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലോ ചോദിക്കും. അപ്പോൾ അതും നോക്കി വെക്കുക. ഇനി ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള ഏതൊക്കെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇൻഫ്ലേഷൻ ഓഡിറ്റും ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, എനർജി ഓഡിറ്റ്, അത് വേണമെങ്കിൽ ഓരോന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്സ് ചോദിക്കും. പക്ഷേ നിങ്ങളത് റീസെൻറ്റ് ട്രെൻഡിൻ്റെ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു essay ക്വസ്റ്റ്യനോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പോലെ തന്നെ പഠിച്ചേക്കുക. അപ്പോൾ എന്തായാലും ഓരോന്ന് പഠിക്കുമ്പോൾ അത് 2 മാർക്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. പിന്നെ ഇതാ ഫോറൻസിക് ഓഡിറ്റ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഫോറൻസിക് ഓഡിറ്റ്, GSTയുടെ അതിലെ പിയർ റിവ്യൂ, അപ്പോൾ അതൊന്ന് നോക്കുക. ഇൻറ്റേർണൽ ഓഡിറ്റും അതൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാർട്ട് എയിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഇനി പാർട്ട് ബിയിൽ എങ്ങനെ പോയാലും ഒരു 30 മാർക്കിൻ്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. പാർട്ട് ബിയിലെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മീനിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ ഡിഫൈൻ കോർപ്പറേറ്റ് ഗവേണൻസും ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എഴുതിയിരിക്കണം. പിന്നെ ഇതിൽ വന്ന് ചോദിക്കാനുള്ളത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് 1 ടൈം വായിച്ച് വിടുക. സ്കിപ്പ് ചെയ്യാതെ ഇരിക്കണതാണ് ബുദ്ധി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സീലിംഗ് ഉള്ളത് കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 1 ടൈം ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക. ഏത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ ചോദിക്കുന്ന 2 മാർക്സ് ഞാൻ പറഞ്ഞല്ലോ, വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് ഇത് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് മോഡൽസ്. തിയറീസും ചോദിക്കും. തിയറീസും 5 മാർക്സിനെ ചോദിക്കുക. അതേപോലെ തന്നെ മോഡൽസ് ഉണ്ട്. തിയറീസ് അപ്പോൾ അതേപോലെ ഏതൊക്കെ തിയറീസ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. 1, 2, 3 ആൻഡ് 4. ഓക്കെ, അപ്പോൾ 4 തിയറീസാണ് ഉള്ളതെന്ന് മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. അതേപോലെ മോഡൽസ് എന്ന് പറയുന്ന സമയത്ത് ഇതാണ്ട് 1, 2, 3, 4, 5 മോഡൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ മോഡൽസ് ആണെന്ന് എഴുതിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ എന്തായാലും എഴുതണം. ഇതിൻ്റെ മോഡൽസും തിയറീസും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കാണുക കേട്ടോ. ജസ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് കാണുമ്പോൾ കുറേ എന്തൊക്കെയോ ഉണ്ട് എന്ന്, അത് അങ്ങനെയല്ല. ജസ്റ്റ് അതിൻ്റെ ത്രെഡ് മാത്രം വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അമേരിക്കൻ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏതിനാണ് മറ്റേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് ഉണ്ട്. ദേ ഓൾവേസ് ചെക്ക് ഈസ് ഇറ്റ് ലീഗൽ, കണ്ടോ, അതാണ് പറയുന്നത് അക്കോർഡിംഗ് ടു ദ കമ്പനി ലോ. അപ്പോൾ അതിൽ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടുള്ളത് ഓരോ മോഡലും എന്താണ്. ഇപ്പോൾ ഈ പറയുന്ന യുണൈറ്റഡ് കിങ്ഡം അതിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, റൂൾ ബേസ്ഡ് മോഡലാണോ. അപ്പോൾ പറയുന്നുണ്ട് ഇതിൽ പ്രിൻസിപ്പൽ ബേസ്ഡ് മോഡൽ റാദർ ദാൻ റൂൾ ബേസ്ഡ് മോഡൽ. റൂൾ ബേസ്ഡ് മോഡലിനെക്കാട്ടും ഏത് മോഡലാണ് അവർ നോക്കുന്നത്, പ്രിൻസിപ്പൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ വെക്കുന്ന സമയത്ത് ഏതായിരിക്കും, റൂൾ ബേസ്ഡ് ആണ്. അമേരിക്കയിൽ എപ്പോഴും റൂൾ എന്നല്ലേ പറയുമ്പോൾ റൂൾ ബേസ്ഡ്. അപ്പോൾ അതായത് കമ്പനി ലീഗലായിട്ടോ അല്ലെങ്കിൽ കമ്പനി ലോയിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട്. അപ്പോൾ അത് അമേരിക്കൻ മോഡൽ റൂൾ ബേസ്ഡ്. ഇതാണ് സമയത്ത് ഏതിൻ്റെ ബേസിലായിരിക്കും, റൂൾ ബേസിനെക്കാട്ടും കൂടുതൽ പ്രിൻസിപ്പൽ ബേസ്ഡ് ആണ്. അങ്ങനെ ഓരോ മോഡലിലും എന്താണ് എന്നുള്ളതും കൂടി പഠിച്ചേക്കുക. അപ്പോൾ തിയറീസും മോഡൽസും ഇതിൽ നിന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വന്നിരിക്കും. പിന്നെ ബോർഡ് കമ്മിറ്റീസ് ആണ്, അതും ജസ്റ്റ് ഫംഗ്ഷനും ബോർഡ് കമ്മിറ്റിയുടെ അതൊന്നും നോക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓഡിറ്റ് കമ്മിറ്റി. പിന്നെ വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ളത് ക്വസ്റ്റ്യൻ 2 മാർക്സിന് ചോദിക്കും. ഞാൻ 2 മാർക്സിന് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസൈഡർ ട്രേഡർ അല്ലെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ്. പിന്നെ അതേപോലെ CSR എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് CGR എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാലും ഓർമ്മ വേണേ, റേറ്റിംഗ് ആണ് എന്നുള്ളത് ഓർമ്മ വേണം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കേട്ടോ, അതായത് ഇതിൽ മോഡൽസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ 5 മാർക്സ് ബേസിൽ ചോദിക്കും. അതേപോലെ ഇതാണ്ട് ഏതൊക്കെ സർവീസ്, ഇതൊക്കെ സെപ്പറേറ്റ് ചിലപ്പോൾ ചോദിക്കാം. മോഡീസ് ഇൻവെസ്റ്റർ സർവീസസ്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, S&P എന്നുള്ള രീതിയിൽ, ക്രിസിൽ, അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് വായിച്ച് വെക്കണം, എന്തായാലും വെക്കണം. പിന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രീൻ ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. പിന്നെ ഇത് ICRA അതിൻ്റെ ഫുൾ ഫോം, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഈ പാർട്ട് ബി എന്താ പറയുക, സ്കിപ്പ് ചെയ്യേണ്ട, കറക്റ്റായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ ഇതിലുള്ളത് ഇത് നോക്കേണ്ട കാര്യം അത്ര ഇല്ല. ഈ ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് വെറുതെ വായിച്ചു വിട്ടോളൂ. ഓഡിറ്റ് കമ്മിറ്റി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ട, ആരൊക്കെയാണ് അതിൽ മെമ്പേഴ്സും എന്നുള്ളത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വായിക്കുക. പിന്നെ ഏതാ റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്നുള്ളത്, അത് ജസ്റ്റ് നോക്കി വയ്ക്കുക.
പിന്നെ ഇതിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഇതാ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഏതാണ്? പിന്നെ ഇതാ ഇമ്പോർട്ടൻ്റ് വിസിൽ ബ്ലോയിങ്. വാട്ട് ഈസ് വിസിൽ ബ്ലോയിങ്? അലേർട്ട്നെസ് നമുക്ക് തരുന്നത് എന്നുള്ളതിന് അത് എന്തായാലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്, 2 മാർക്സ് കിട്ടും. അപ്പോൾ അതെന്തായാലും ഇത് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പിന്നെയുള്ളത് ഫെയിലിയർ. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫെയിലിയർ ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ സഹിതം തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു എക്സാമ്പിൾ സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഓരോ കമ്പനിക്കും ഫെയിലിയർ ആയതിൻ്റെ റീസൺസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കമ്പനിയുടേത് ശരിക്കും നടന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് 1 ടൈം വായിക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫെയിലിയറിൻ്റെ കാര്യം ചോദിക്കാറുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബേസിൽ ചോദിക്കാറുണ്ട്. സത്യം കമ്പ്യൂട്ടർ സർവീസ് ലിമിറ്റഡിൻ്റെ ഫെയിലിയർ ആവാനോ, ടാറ്റ ഫിനാൻസിൻ്റെ കാര്യങ്ങളോ, കിങ് ഫിഷർ എയർലൈൻസിൻ്റെ കാര്യം, അങ്ങനെയൊക്കെ ആവാൻ. ഇനി നമ്മുടെ അടുത്ത് നോർമലായി ചോദിക്കണം എന്തൊക്കെ റീസൺ കൊണ്ടാണ് എന്ന് മൊത്തം ജനറലായിട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഇവിടെ പറയുന്ന പോയിന്റ്സ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ ആവാനുള്ള റീസൺസ് എന്ന് പറയുമ്പോൾ റെഗുലേറ്റേഴ്സ് മിസ്റ്റേക്ക് ആവാം. അങ്ങനെ എത്ര പോയിന്റ് പറയുന്നുണ്ട്? ഇതുണ്ട് സൂപ്രമസിസ് ഓഫ് CEO അവരുടെ ഒരു പോരായ്മ കൊണ്ട് അങ്ങനത്തെ ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ഓഡിറ്റേഴ്സ്, ഇങ്ങനത്തെ ഈ പറഞ്ഞ പോയിന്റ്സ് എഴുതി വിത്ത് എക്സ്പ്ലനേഷൻ. ഓക്കെ, അത് കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ, അത് എന്തായാലും വായിക്കണം, സ്കിപ്പ് ചെയ്യേണ്ട, അതെന്തായാലും പഠിച്ചേക്ക് കേട്ടോ. ഫെയിലിയർ ആവാനുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇത്ര മതി. ഈ ഒരു നമ്മുടെ ഓഡിറ്റിങ്ങിൽ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ എങ്ങനെ പോയാലും ഒരു 80% മേലെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.